ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ് ടാരോ തരുന്ന ഗൈഡൻസ്, യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി കാണും. അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ്സും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ അതിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് വാട്സപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ജനറൽ റീഡിങ്ങിൽ തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് തരുന്നത്. ഓക്കെ, എന്താണ് ഗൈഡൻസ് എന്ന് നോക്കുക. ബി പോസിറ്റീവ്. എന്താണ് ഗൈഡൻസ്? എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? കാർഡുകൾ നോക്കാം. Eight of Pentacles, Page of Pentacles, Pentacles ആണല്ലോ. വെരി ഗുഡ്. ടവർ വന്നിട്ടുണ്ട്. Two of Cups, Three of Swords, Nine of Wands, King of Swords, ബോട്ടം. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ടവർ, ടു ഓഫ് കപ്സ്, ത്രീ ഓഫ് സോർട്സ്, നയൻ ഓഫ് വാൺസ്, കിങ് ഓഫ് സോർട്സ് ആണ് ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത്. ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഒരു അപ്രന്റീസ്ഷിപ്പ് പോലുള്ള കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ചില മാസ്റ്ററി എടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. നിങ്ങൾ അതിൽ മാസ്റ്ററി ഒക്കെ ചെയ്യുന്നു. അതായത് ഒരു കോഴ്സിനായിരിക്കും നിങ്ങൾ മാസ്റ്ററി ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് വർക്കാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളതായിട്ടുള്ള ആ ഒരു ജോലി വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു എനർജിയാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ അത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം പാഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്നതിൽ പാഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ചിലർക്കൊക്കെ ഒരു വെയിറ്റിംഗ് എനർജി കൂടിയാണ് റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എനർജി. അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അവരുടെ പാർട്ട്ണറുമൊത്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അതിനു വേണ്ടി അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് നിങ്ങളിലേക്ക് മുന്നോട്ടേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളജ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അതിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിനുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശ്രമം നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ചിലർക്കൊക്കെ ഇത് ഓവർ വർക്കായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു ഓവർ വർക്ക് ആയിട്ട് കാണുന്നു. ചിലർക്ക് ആരെയോ വെയിറ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയും കൂടിയാണ് ഈ ഒരു എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, മേ ബി. അതാണ് ഇവിടെ കാണുന്നത്. വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങളിലേക്ക് ഒരു മാനിഫെസ്റ്റേഷനാണ് വരുന്നത്. നിങ്ങൾ ഒരു പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങളുള്ള ഒരു സ്കില്ലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കുകയും
അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം അംബീഷ്യസ് ആയിരിക്കും എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിനെയും ഒരു അഡ്മിറേഷനോട് കൂടി കാണുന്നു എന്നുള്ളതാണ്. അഡ്മയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു എന്താ പറയുക, ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് അത് ചിലപ്പോൾ ഒരു സംരംഭമായിരിക്കും കേട്ടോ. നിങ്ങളൊരു സംരംഭം തുടങ്ങാനുള്ള അതിനുള്ള ഒരു അവസരമായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഒരു റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് റിസ്ക് എടുത്താലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു എനർജി കൂടിയാണ്. ആ ഒരു ആവേശം നിങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസവും നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു, എന്ത് റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ്. മറ്റുള്ളവർ അതിനെ മനസ്സിലാക്കുന്നു, അതിനെ അഡ്മയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ. ചിലർക്കൊക്കെ ഒരു പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊരു എനർജി കൂടിയാണ്. ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ പറയുന്നത്. അടുത്തത് ടവറാണ്. ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അട്ടിമറിയാണ്. ഈ ഒരു കാർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു ടവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു തിരിച്ചടിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ടവർ എന്ന് പറയുമ്പോൾ അത് ചിലർക്കൊക്കെ നല്ല കാര്യമാണ്. കാരണം അവരുടെ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള എനർജി ഇത് നിങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളത് ചിലർക്ക് നല്ല, അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ കാർഡ് പ്രകാരം. നിങ്ങൾക്കത് ആവശ്യമുള്ളതായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു തിരിച്ചടി പെട്ടെന്ന് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു സഡൻ ചേഞ്ച് ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. ചിലപ്പോൾ ബന്ധങ്ങളിലായിരിക്കും, ഫിനാൻഷ്യലി ആയിരിക്കും. എങ്ങനെയായാലും നിങ്ങളിലേക്ക് ഒരു സഡൻ ചേഞ്ചാണ്. പക്ഷേ അതൊരു അവേക്കനിങ് കൂടെയാണ്. നിങ്ങളിലേക്കൊരു അവേക്കനിങ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള മിഥ്യാധാരണകളെ ശരിയാക്കാൻ, അല്ലെങ്കിൽ അതെന്തായിരുന്നു എന്നുള്ള മനസ്സിലാക്കാൻ, അതിനെ റിലീസ് ചെയ്യാൻ, പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യാനാണ് ഈ ഒരു ടവർ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ചിലപ്പോൾ ആ ഒരു ടവർ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം പലരും ഇവിടെ വന്നിട്ട് ഈ ടാരോ റീഡിങ് കാണുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു തിരിച്ചടി നേരിട്ടത് കൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഇതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്യുന്നതും, അതുപോലെ തന്നെ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ നിങ്ങൾ അടുത്തിട്ടുള്ളതും. അങ്ങനെയാണ് നിങ്ങൾ ടാരോ കാർഡ് കാണാൻ തുടങ്ങിയതും. ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് കണ്ടതിന് ശേഷമായിരിക്കും പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ടവർ എന്ന് പറയുന്നത്. ടവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒരു മോശം സമയമാണ്. ചിലപ്പോൾ തൊഴിൽ നഷ്ടം സംഭവിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്തുനിന്ന് മറ്റൊരു തരത്തിലേക്ക് നിങ്ങളെ മാറ്റുന്നതായിരിക്കാം. ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പ്രൊമോഷൻ എന്നിവ നിങ്ങൾക്ക് സംഭവിക്കാം. അതുപോലെ തന്നെ ധനപരമായിട്ട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത. അതുപോലെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥ എന്നുള്ളതും കൂടി ഇവിടെയുണ്ട്, അതിനുള്ള സാധ്യത. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ സംഭവിക്കാനുള്ള ചാൻസ്. റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിവാഹമോചനം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ, ബ്രേക്കപ്പ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പിന്നെ ആരോഗ്യപരമായിട്ട് വളരെയധികം കടുത്ത മാനസിക സമ്മർദ്ദം നേരിടാൻ സാധ്യത. അപ്രതീക്ഷിതമായിട്ട് ചില അസുഖങ്ങളുടെ നിർണയം, അതുപോലെ തന്നെ ആക്സിഡൻറ്റ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നെഗറ്റീവ് പറയുന്നതെന്ന് വിചാരിക്കരുത്. കമൻറ്റിലൂടെ ആയാലും നിങ്ങൾ ചിലപ്പോൾ പറയും രാവിലെ തന്നെ വന്നിരുന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ ഇതിലൊക്കെ അവെയർ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഗൈഡൻസ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. അപ്പോൾ വലിയ രീതിയിൽ വരാൻ ചിലപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങളുടെ ആ ഒരു
ഇതിൽ വന്ന് പോയേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ വണ്ടി ഒന്ന് പോയി മുട്ടാനോ തട്ടാനോ ഉള്ള അങ്ങനെയുള്ള ചാൻസൊക്കെ ഉണ്ട്. ചിലപ്പോൾ സ്കിപ്പായി വീഴാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആർഗ്യുമെൻറ്റ്സിന്, വഴക്കിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട. എല്ലാത്തിനും ഒരു ശ്രദ്ധ നിങ്ങൾക്ക് വേണം. പിന്നെ യൂണിവേഴ്സും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആക്കം കുറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത് വരാനുള്ള സാഹചര്യം എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. ഇതാണ് ടവർ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ എല്ലാവരും അനുഭവിക്കുന്നതാണ് ഈ ഒരു ടവർ മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ചിലർക്കൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ടവർ വരും. അങ്ങനെ പല പ്രാവശ്യം ചിലപ്പോൾ ടവറിലൂടെ കടന്നു പോകേണ്ട വ്യക്തികൾ വന്നിട്ടുണ്ടാകും. ഒരു റിലേഷൻഷിപ്പ് പോയി അതിതായി അടുത്തതിലേക്ക് പോകേണ്ടി വരും, വീണ്ടും ടവർ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചടികൾ അടിക്കടി വരുന്നവരുണ്ടാകും. കാരണം അതിൽ നിന്ന് അവർ പാഠങ്ങൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ടവർ വന്നുകൊണ്ടേയിരിക്കുന്നത്. ചിലപ്പോൾ ചിലർക്കൊക്കെ ഹെൽത്തിൽ പല ഇതിലും ഒരു കാര്യത്തിൽ സക്സസ്സിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഒരു തിരിച്ചടി, ഹെൽത്ത് ഇഷ്യൂസ് വന്ന് അതിൽ നിന്ന് റിക്കവറായി വീണ്ടും വേറെന്തെങ്കിലും പോകും, അതിൽ വീണ്ടും തിരിച്ചടി കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കർമാസ് റിലീസ് ചെയ്യാനുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതും കൂടിയാണ് യൂണിവേഴ്സ് കൺവേ ചെയ്യുന്നുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ഇന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്ര ടവർ മൊമെൻറ്റിലൂടെ പോയിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അപ്പോൾ മനസ്സിലാവും എന്താണ് ടവർ എന്നുള്ളത്, ജീവിതത്തിൽ എന്താണ് ടവർ എന്നുള്ളത്, ഏതിലാണ് ടവർ വന്നത്, ഫിനാൻസിലാണോ, ഹെൽത്തിലാണോ, റിലേഷൻഷിപ്പിലാണോ, ഏതിലാണ് നിങ്ങൾക്ക് ടവർ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇതാണ് ടവർ. അടുത്ത 2 ഓഫ് കപ്സ് ആണ്. ചിലർക്കൊക്കെ ഇന്ന് ഒരു റീയൂണിയൻ പോസിബിളാണ്. റീയൂണിയൻ്റെ ഒരു കാർഡ് കൂടിയാണ് ഇവിടെ 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ ചിലർക്ക് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്ന ഒരു എനർജി, അതുപോലെ തന്നെ ചിലർക്ക് പ്രപ്പോസൽസ്, കല്യാണത്തിനുള്ള ഒരു പ്രപ്പോസൽ വരുന്നതായിട്ട്, മാരേജ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു വ്യക്തിയെ കാണുകയും ഒരു പാർട്ട്ണറെ കാണുകയും നിങ്ങൾ പരസ്പരം ഇഷ്ടം കൈമാറുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ 2 ഓഫ് കപ്പിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഒരു ഒരു വ്യക്തിയെ പ്രപ്പോസ് ചെയ്ത് പോകുന്ന തരത്തിലുള്ളൊരു എനർജി, നിങ്ങൾ കല്യാണ ആലോചന കൊണ്ടുപോകില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ 2 ഓഫ് കപ്പ് പറയുന്നത്. ചിലർക്കൊക്കെ നല്ലൊരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഫ്രണ്ട്സ് ആയിരിക്കാം, ഒരേ വേവ് ലെങ്ത്തുള്ള വ്യക്തികളുമായിട്ട് പരിചയപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരേ വേവ് ലെങ്ത്തുള്ള വ്യക്തികളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എനർജിയോ വരുന്നതുമായിരിക്കാം ഇവിടെ പറയുന്നത്. മോസ്റ്റ്ലി ഇവിടെ റീയൂണിയനാണ് വരുന്നത്. അതായത് 2 വ്യക്തികൾ തമ്മിലുള്ള നിങ്ങൾക്ക് 2 വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയില്ലേ, അങ്ങനെ ആ ഒരു നിങ്ങളുടെ സ്നേഹം കൈമാറുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് യൂണിയനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് 2 ഓഫ് കപ്സിൻ്റെ എനർജി. അടുത്ത 3 ഓഫ് സോർഡ്സ് ആണ്. ഈ 3 ഓഫ് സോർഡ്സ് ആണ് ഭയങ്കര വിഷമം കേട്ടോ മനസ്സിൽ. ഒരുപാട് പേര് വളരെയധികം വിഷമിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. അത് ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇപ്പോൾ ഒരു റീഡിങ് കാണാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു വ്യക്തികളായിരിക്കാം മേ ബി. ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഈ റീഡിങ്ങിലേക്ക് വന്ന വ്യക്തികളുമായിരിക്കാം മേ ബി. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. വല്ലാത്ത സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. അങ്ങനൊരു സിറ്റുവേഷനാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ഇമോഷണലി പെയിൻഫുള്ളായിട്ടും വിഷമത്തിലിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, ചിലർക്കൊക്കെ ഒരു ഡൈവേഴ്സ് വന്നിട്ടുള്ള പ്രശ്നം, അതുപോലെ തന്നെ ചിലർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ അത്രയും സ്നേഹിച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് വരേണ്ടി വന്നുള്ള തിരിച്ചടികളായിരിക്കും. മേ ബി അത് ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, നിങ്ങളുടെ ഹൃദയത്തെ കുത്തിമുറിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു കാര്യം സംഭവിച്ചു എന്നുള്ളതാണ് സംഭവിക്കുന്നതാണ് ഇവിടെ കാണുന്നത് 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക്
ഒരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു സിറ്റുവേഷൻ യൂണിവേഴ്സ് കൊണ്ടുതന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ കൂടുതൽ മനസ്സ് വിഷമിച്ച് നിൽക്കാതെ ഇരിക്കുക, ആ ഒരു എനർജിയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് പലർക്കും ഒരു കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കർമ്മയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പെയിൻഫുള്ളായിരിക്കും നിങ്ങൾക്ക്. അതിനെ ഓവർകം ചെയ്യുക എന്നേ പറയാനുള്ളൂ. കുറച്ച് റിസ്ക്കി ആയിരിക്കും, എങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്രഷനിലൊന്നും പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂഡ് സ്വിങ്സും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നല്ല പാട്ടുകൾ കേൾക്കാനും മെഡിറ്റേഷൻ ചെയ്യാൻ, മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് സംസാരിക്കുക. ഈ ഒരു കാര്യമല്ലാതെ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. ആ ഒരു മൂഡിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു സമയം കടന്നു പോകും, തീർച്ചയായിട്ടും അത് കടന്നു പോകും. ഇതൊരു ലെസണാണ്, ഇതൊരു പാഠമാണ്, ഞാനത് പഠിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഇവിടെ ഒരു ഗൈഡൻസ് പറയാനുള്ളത്. അതിൽ നിന്ന് മാറി മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഒരു പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ വേണമെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കാനും അതുപോലെ അവിടെ പോകാനും ഒന്ന് ശ്രമിക്കുക. പോയി നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു യാത്രയൊക്കെ വേണമെങ്കിൽ ഒന്ന് പോവുക ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. ഇതാണ് 3 ഓഫ് സോർട്സിൻ്റെ ഇവിടെ പറയാനുള്ളത്. ഓക്കെ ഓക്കെ ശരി. അടുത്തത് 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഒരു ബൗണ്ടറി സൃഷ്ടിച്ചിട്ട് അതിനുള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സക്സസ് ആണ്, വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എങ്കിലും അടുത്ത് തന്നെ ഒരു ആക്രമണം, ഏതൊരു സമയത്തും ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനൊരു എനർജിയാണ്. നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടാവും, പക്ഷേ എങ്കിലും നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഏത് സമയം ഒരു ആക്രമണം ഉണ്ടാവും എന്നുള്ള ടെൻഷനും. അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എപ്പം ഒരാൾ എന്നെ ആക്രമിക്കാൻ വന്നാലും ഞാൻ ഈ വടി കൊണ്ട് നല്ല കൊടുക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഒരു വടിയും പിടിച്ച് നിൽക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അതായത് നിങ്ങളിപ്പോൾ സക്സസ് ആയിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്കൊരു പേടി, ഉൾഭയം ഉണ്ടാവും. എന്താണ് അടുത്തത് സംഭവിക്കുക എന്നുള്ളൊരു ഉൾഭയം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇവിടെ ഒരിക്കലും ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ആ ഒരു നിങ്ങളുടെ പാഷനെ വിട്ടിട്ട് നിങ്ങൾ അവിടെ ഇട്ടിട്ട് പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാനും അടുത്ത ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇവിടെ സക്സസ് തന്നെയാണ്, പക്ഷേ എങ്കിലും ഏത് നിമിഷവും ഒരു ആക്രമണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിക്കാനാണ് പറയുന്നത്. അവിടെ വിട്ടിട്ട് പോകരുത്, മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുക. നിങ്ങൾ കൂടുതൽ ശക്തി സംഭരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. പല വെല്ലുവിളികളും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതിനെ നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നേരിടാനാണ് പറയുന്നത്. ഒരു സ്ഥിരോത്സാഹം നിങ്ങൾക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് 9 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയാനുള്ളത്. അടുത്ത കിങ് ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾ എന്ത് തീരുമാനിക്കുമ്പോഴും അത് ഒരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ തീരുമാനിക്കുന്നു. എല്ലാം സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്നു. ആരുടെയും പക്ഷം പിടിക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ ഒരു ഇമോഷനൊന്നും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതാണ് നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നൊരു എനർജിയാണ്. ഇന്ന് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള
സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മൂർച്ചയേറിയ വാക്കുകൾ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളിന്ന് ഹൃദയശൂന്യമായിട്ടായിരിക്കും പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ഡിസിപ്ലിനോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയാനുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മിക്കവാറും ഈ ഒരു 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ക്ലാരിറ്റിയും ഇവിടെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു കിങ് ഓഫ് സോർഡിൻ്റെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ റീഡിങ്ങുകളൊക്കെ നിങ്ങൾ കാണാനും അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ 3 ഓഫ് സോർഡ്സിൽ കാണുന്നത്. ഓക്കെ, എല്ലാത്തിലും ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു എന്തിനെയാണ് റെസിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഹീറോഫൻ്റ് ഉണ്ട്. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഇന്നൊരു കല്യാണം അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. റിലീജിയസ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ചിലപ്പോൾ കല്യാണമായിരിക്കാം, ഹൗസ് വാമിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു ഇത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടുന്നതായിരിക്കാം, ഒരു മെൻറ്ററെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലുള്ളൊരു എനർജി. അതുപോലെ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നൊരു എനർജി കൂടെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലതിലൊരു ക്ലാരിറ്റി വരുന്നതായിട്ടുള്ളൊരു എനർജി തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഓക്കെ, ട്രഡീഷണലി പല കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. ചിലർക്കൊക്കെ അമ്പലം, പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളൊരു എനർജി കൂടിയാണ് കേട്ടോ. അമ്പലം, പള്ളി ഉള്ള സ്ഥലങ്ങളിൽ പോകുന്നു എന്നുള്ളത് കൂടിയാണ്. ഹെർമിറ്റിൻ്റെ എനർജി കൂടിയുണ്ട്. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഒരു മെൻറ്ററെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇന്നറായിട്ടുള്ള ഗൈഡൻസ് അതുപോലെ തന്നെ ഒരു മെൻറ്ററെ കിട്ടുന്നു എന്നുള്ളതും നിങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റ് ആവുന്നൊരു സമയം കൂടിയാണ് എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഒരുപാട് ലെങ്തി ആയോന്ന് അറിയില്ല, എങ്കിലും കുറേ കാര്യങ്ങൾ പറയേണ്ടി വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം ശ്രദ്ധിക്കുക, നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. ഓക്കെ, ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. ഈ 3 ഓഫ് സോഡൊക്കെ കാണുമ്പോഴേ, ടവറും ഇതൊക്കെ കാണുമ്പോൾ മുന്നോട്ടേക്ക് പറയുമ്പോൾ ഒരു ഇതങ്ങ് ഫ്ലോ അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. എങ്കിലും പറയണം, പറയാതിരിക്കരുത് എന്നുള്ളതാണ്. അതാണ് ഗൈഡൻസ്. എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഓക്കെ, എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി കൊണ്ടുവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ഡോണ്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിർത്തരുത്, മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഇവിടെ ആയിരിക്കാം മേ ബി. നിങ്ങൾ ഒരിക്കലും നിർത്തരുത്, മുന്നോട്ടേക്ക് പോകൂ. ഡോണ്ട് സ്റ്റോപ്പ്. അടുത്ത കാർഡ് നോക്കാം. ഇറ്റ്സ് അപ്പ് ടു യു. ഓക്കെ, ഇറ്റ്സ് അപ്പ് ടു യു. അതായത് ഇത് പറയുന്നത് നിങ്ങൾ എന്താണോ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് അത് നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അതാണ് ഇറ്റ്സ് അപ്പ് ടു യു. ബിഗ് ഹാപ്പി ചേഞ്ചസ്. ഓക്കെ, നിങ്ങൾ വലിയൊരു ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സന്തോഷകരമായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇത് എവിടെയായിരിക്കാം മേ ബി 2 വ്യക്തികൾക്കുള്ളതായിരിക്കാം. നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. വലിയൊരു ചേഞ്ചാണ് നിങ്ങളിലേക്ക്, എൻറ്റയർലി ചേഞ്ചാണ് വരുന്നത്. സക്സസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്കൊരു സക്സസ് കൂടിയാണ് വരുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾ ഇതുവരെ കണ്ടതല്ല, ഇനിയാണ് പലതും വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഇതൊന്നല്ല നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ളതെല്ലാം നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വലിയ എന്തോ ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.
അതിൽ നിന്നും നിങ്ങൾ മാറി, ആ പഴയതെന്നൊക്കെ മാറി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നതും നിങ്ങൾ ഈ ടാരോ റീഡിംഗ് ഒക്കെ കാണുന്നതും യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അലൈൻഡായി നിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കാര്യം പറയാം, അതായത് ആരെയും പറ്റിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ഓഫർ ചെയ്തിട്ട് അവരെ പറ്റിക്കാതിരിക്കുക. അപ്പോൾ അവിടെ ഒരു മണീൻ്റെ ഒരു ബാഡ് കർമ്മ നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ എന്താ പറയുക, ഈ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു അവരുടെ സമയം മെനക്കെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ട് അവർ അതിനുള്ള പ്രതിഫലം ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അവിടെയും ഒരു മണിയുടെ ബാഡ് കർമ്മയാണ് വരുന്നത്. അപ്പോൾ അവരുടെ വർക്കിനുള്ള പണം നിങ്ങൾ കൃത്യമായിട്ട് നൽകുക എന്നുള്ളതാണ്. ചിലരൊക്കെ ബാർഗെയിൻ ചെയ്ത് ഏറ്റവും അവസാനം വരെ എത്തിക്കുന്നത് കാണാം. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല, കാരണം അവരും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബാർഗെയിൻ ചെയ്യണ്ട എന്നല്ല, പക്ഷേ അവർക്കും കൂടി എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ, അതും കൂടി ഒന്ന് ചിന്തിക്കുക. ആരെയും പണത്തിൻ്റെ കാര്യത്തിലൊന്നും പറ്റിക്കാതിരിക്കുക. ആവുമ്പോഴാണ് മണി ബ്ലോക്കേജസ് നിങ്ങൾക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, മണി ബ്ലോക്കേജസ് ഒക്കെ ഉള്ളവർ മുമ്പ് നിങ്ങൾ ആരെയെങ്കിലും ഇങ്ങനെ ഇതാക്കിയിരുന്നോ, അവർ ചോദിച്ച പ്രതിഫലം കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന്, പറ്റിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക, അതൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്റ്റക്നെസ് വന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാതെ, എല്ലാവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ചില കാര്യങ്ങൾക്ക് എല്ലാവരും അവരവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ടാണല്ലേ എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏണിങ്സിന് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അവരുടെ സമയത്തിന് വില കൊടുക്കുക, അവരുടെ അധ്വാനത്തിനും വില കൊടുക്കുക, അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രതിഫലം നൽകുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മണി ബ്ലോക്കേജസ് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ യൂണിവേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, എല്ലാത്തിനും മൂല്യം കാണുക, അതുപോലെ തന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ബ്ലോക്കേജ് വരും എന്നുള്ളതാണ്. എല്ലാത്തിനും റെസ്പെക്റ്റ് ചെയ്യാം. ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും പറയുകയാണ് കേട്ടോ. അപ്പോൾ മണി ബ്ലോക്കേജ് എന്തുകൊണ്ടാണ്, ഒരുപാട് പേര് മണി ബ്ലോക്കേജിൻ്റെ റീഡിങ്ങിനായിട്ട് അങ്ങനെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കാനുള്ളവർക്കൊക്കെ പണം കൃത്യമായി കൊടുത്തിരുന്നോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ആരെയും പറ്റിക്കാതിരിക്കുക കേട്ടോ. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. ഓക്കെ, ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പുള്ള വ്യക്തികൾ പരസ്പരം കാര്യങ്ങളൊക്കെ, ഫീലിങ്സും കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. നിങ്ങളുടെ ഇടയിൽ കോൺവെർസേഷനാണ് വേണ്ടത്. എല്ലാ കാര്യവും പരസ്പരം സംസാരിക്കാനും കൺവേ ചെയ്യാനാണ് പറയുന്നത്. ന്യൂ ലവ്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റേഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. ഓക്കെ, ഒരു പുതിയ ലവ് ആണ് വരുന്നത്. ഒരു പുതിയ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി റിലേഷൻഷിപ്പുള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, എന്തോ ഒരു സ്പാർക്ക് തോന്നിയിട്ടുണ്ടാവാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഏഞ്ചൽസിനോട് ചോദിക്കുക, ഇത് എൻ്റെ പേഴ്സൺ തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങൾക്കതിന് മറുപടി തരും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ആരോ നിങ്ങൾക്ക് പൂവും കൊണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആരാണ് എന്തോ നോക്കാം. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. ഓക്കെ, നിങ്ങൾ കൺട്രോൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അലൗ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാതിരിക്കുക. ഒന്നിൽ കൂടുതൽ നിങ്ങൾ കൺട്രോൾ വെക്കുമ്പോഴാണ് പലപ്പോഴും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആരെയും കൺട്രോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, കൺട്രോൾ ചെയ്യുമ്പോഴാണ്, കൂടുതൽ പിടിച്ചു വെക്കുമ്പോഴാണ് അവിടുന്ന് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുക, അവിടുന്ന് വിട്ടുപോകണം എന്നുള്ള ഒരു വികാരം തോന്നുക. അപ്പോൾ ആ ഒരു കൺട്രോൾ ഇഷ്യൂവിനെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നാച്ചുറലായിട്ട് തന്നെ അത് അൺഫോൾഡായിട്ട് വരട്ടെ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്.
ഫിനാൻസ് ആൻഡ് കരിയർ. ഓക്കെ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. ഫിനാൻസും കരിയറും നിങ്ങളുടെ ലവ് ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒരു വലിയൊരു ഫാക്ടറായിട്ട് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ എല്ലാവർക്കും ഇതിലെ പോസിറ്റീവ്സൊക്കെ ലഭിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത് കൂടി യൂണിവേഴ്സിൻ്റെ മുന്നിൽ വെക്കുകയാണ്, ഒരു പ്രാർത്ഥന കൂടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും പരിഗണനയ്ക്കും ഒക്കെ നന്ദി. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി, വ്യൂവേഴ്സിനും നന്ദി. നല്ലൊരു ദിവസം നിങ്ങൾക്കായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.